ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ വരുന്ന SSC GD പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ഒരു 5 പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, 1,6,31 156 ഇവിടുത്തെ ചോദ്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത 3,906. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ്. ഓപ്ഷനും ഉണ്ട്. 747, 781, 847, 370 ഇതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയോ, ആദ്യത്തെ 2 സംഖ്യ 1ഉം 6ഉം, രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ 6ഉം 31 ഇല്ലേ. ആദ്യം ഇത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ 6 കിട്ടണമെങ്കിൽ ഇവിടെ 5 കൂട്ടണം ഇല്ലേ. ഇവിടെ നമുക്ക് 31 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഇവിടെ നോക്ക്, ഇവിടെ 5ൻ്റെ സ്ക്വയർ എടുക്കുക, ഇവിടെ 5ൻ്റെ സ്ക്വയർ എടുക്കുക, ഇവിടെ 5/1. ഓക്കെ, 5/1, ഇവിടെ 5/2. ഓക്കെ, അപ്പോൾ ഇവിടെ 5/2 എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടി ഇല്ലേ. 25 + 6 31, അതാണ് ഈ 31. ഓക്കെ അല്ലേ. ഓക്കെ, മനസ്സിലായോ? അടുത്ത് നമുക്ക് നോക്കാം. 31ഉം 156 തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. 5/3 നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 5/3 എന്ന് പറയുമ്പോൾ 5 × 5 25, 25 × 5 നമുക്ക് എത്രയെന്ന് കിട്ടുമോടാ? 5 × 5 നമുക്ക് 125 എന്ന് കിട്ടും. ഓക്കെ, 125. അപ്പോൾ ആ 125 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു 125 പ്ലസ് ഈ 31. അപ്പോൾ എത്രയെന്ന് കിട്ടി? 6, ഇവിടെ 5, ഇവിടെ 1. ഈ 156 നമുക്കിവിടെ കിട്ടിയ 156. ഇനി അടുത്തതാണ് നമുക്ക് കിട്ടേണ്ട സംഖ്യ. ഓക്കെ, 156. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന 5/3 എന്നല്ലേ നമ്മൾ തൊട്ട് നേരത്തെ എഴുതിയ. അപ്പോൾ നമുക്കിനി എത്രയെന്ന് എഴുതണം? 5/4 എന്ന് എഴുതണം. അപ്പോൾ 5/4 എന്ന് പറയുമ്പോൾ 5ന് നമ്മൾ 4 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 5/4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 625 എന്ന് കിട്ടും. ഓക്കെ, 625. അപ്പോൾ 5/4 625 എന്ന് കിട്ടി. ഈ 625ഉം 156ഉം തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. 625 പ്ലസ് 156. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ 6ഉം 5ഉം എത്രയെന്ന് കിട്ടും? 11 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ശിഷ്ടം 1 കൊടുത്തു. ഇവിടെ 6, 7, 1, 8 എന്ന് കിട്ടി. ഇവിടെ 7 എന്ന് കിട്ടി. ഓക്കെ, 781 എന്നതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 781 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 5/1. ഓക്കെ, 1ൻ്റെ 6ൻ്റെ വ്യത്യാസം 5/1. അവിടെ സ്ക്വയർ ഒന്നുമില്ല. രണ്ടാമത് വരുമ്പോൾ 5ൻ്റെ സ്ക്വയർ പ്ലസ് 6, അങ്ങനെ 31 കിട്ടി. അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ 5/3 എന്ന് എഴുതണം, അല്ലെങ്കിൽ 5/3 എന്ന് എഴുതണം. 5ന് 3 വെച്ച്, അല്ലെങ്കിൽ 5ൻ്റെ ക്യൂബ്, 5ന് 3 വെച്ച് ഇൻറ്റു ചെയ്യുക. ആ ഉത്തരത്തെ തന്നിരിക്കുന്ന 31 കൊണ്ട് കൂട്ടുക. അപ്പോൾ നമുക്കിവിടെ 156 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പാണ്, മസ്റ്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്പർ മാത്രം വ്യത്യാസമുണ്ടായിരിക്കും. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. ചിലപ്പോൾ 2ൻ്റെ സ്ക്വയർ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 3ൻ്റെ സ്ക്വയർ ആയിരിക്കും. നമ്മൾ ഈ 5 മാറ്റിയിട്ട് ചിലപ്പോൾ 3 വെച്ചിട്ടുള്ളതോ 4 വെച്ചിട്ടുള്ളതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ മോഡൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ചോദ്യം
33, 47, 44, 58, 56, 70, 69 എങ്കിൽ അടുത്ത സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഓപ്ഷൻസും തന്നിട്ടുണ്ട് 80, 82, 84, 83. ഇതിലേതാണ് ശരി ഉത്തരമെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സംഖ്യ നമ്മൾ നേരത്തെ എടുത്തതുപോലെ ആദ്യത്തെ സംഖ്യ എടുക്കുക, 33, 47. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇത് തമ്മിൽ എത്ര? 33ഉം 47ഉം തമ്മിൽ 14ൻ്റെ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പോൾ 47 മൈനസ് 33 നമുക്കിവിടെ 14 എന്ന് കിട്ടി. ഇത് രണ്ടിൻ്റെ വ്യത്യാസം 14 ആണല്ലോ. ഇനി 47ഉം 44ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കണം. 47, 44 തമ്മിലുള്ള വ്യത്യാസം നോക്കണം. അപ്പോൾ നമുക്കറിയാം എത്രയാ? -3 ഇല്ലേ? 47ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 44 എന്ന് കിട്ടും. അടുത്ത 44ഉം 58. 44, 58. ഓക്കെ, 44ഉം 58ഉം തമ്മിൽ നോക്കി നോക്കെ എത്രേൻ്റെ വ്യത്യാസമുണ്ട്? 14ൻ്റെ വ്യത്യാസമുണ്ട് ഇല്ലേ? 14ൻ്റെ വ്യത്യാസം. 14 നമ്മളവിടെ എഴുതി. അടുത്ത് 58ഉം 56ഉം തമ്മിൽ എത്രേൻ്റെ വ്യത്യാസമുണ്ട്? 58 മൈനസ് 56 എത്ര കിട്ടും? 58 മൈനസ് 56 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ചെയ്തു? 2 മൈനസ് ചെയ്തു. ഓക്കെ, ഇനി 56ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് നോക്കണം. നോക്ക്, 56ഉം 70ഉം തമ്മിലുള്ള വ്യത്യാസം 14 അല്ലേ? യെസ്, 14 എടാ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊരു പാറ്റേൺ കിട്ടി ഇല്ലേ? ആദ്യം നമ്മൾ ആദ്യത്തേൻ്റെ വ്യത്യാസം 14, പിന്നീട് 3, പിന്നീട് 14, പിന്നീട് 2, പിന്നീട് 14. ഇനി അടുത്ത് എത്രയായിരിക്കും എൻ്റെ വ്യത്യാസം? 70ഉം 69ഉം തമ്മിൽ 1ൻ്റെ വ്യത്യാസം. 70ഉം 69ഉം തമ്മിൽ എത്രേൻ്റെ വ്യത്യാസം? -1ൻ്റെ വ്യത്യാസം. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഇനി അടുത്ത സംഖ്യയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത സംഖ്യ കാണാൻ അവസാനത്തെ സംഖ്യ എത്രയാണ്? 69. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു 14 കിട്ടി, ഒരു -3 കിട്ടി, അടുത്തൊരു 14 കിട്ടി, അടുത്തൊരു -2 കിട്ടി, അടുത്തൊരു 14 കിട്ടി, അടുത്തൊരു -1 കിട്ടി. ഇനി അടുത്ത് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? എത്ര? 14. അപ്പോൾ 69 പ്ലസ് 14 എത്രയെന്ന് കിട്ടും? ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ ശിഷ്ട 1 കൊടുത്തു. 6 1 7, 7 1 8, 83 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടേണ്ടത് 83 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, 83 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണേ. എടാ, ഇതിൽ നോക്ക്, ഇത് സിംപ്ലിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് എങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാം എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 9 1/3 പ്ലസ് 19 2/3 പ്ലസ് 20 3/4 പ്ലസ് 9 1/4. എൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട് 67, 55, 59, 69. ഇത് എങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ സാധാരണ രീതിയിൽ LCM ഒക്കെ എടുത്താൽ ചെയ്യേണ്ടത്. നമുക്കതൊന്നും വേണ്ട. LCM ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ പുറത്ത് കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ എഴുതി കൂട്ടുക. ഓക്കെ, അപ്പോൾ 9 പ്ലസ് 19 പ്ലസ് 20 പ്ലസ് 9. ഓക്കെ, അപ്പോൾ 9 19 20 9. അപ്പോൾ ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 57 എന്ന് കിട്ടും. ഓക്കെ, 57 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇനി ഇതുവരെ ഓക്കെ ആണല്ലോ, വേറെ ഒന്നുമില്ല. പുറത്ത് കിടക്കുന്ന 9 19 20 9 ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരേപോലെയുള്ള ഭിന്നസംഖ്യകളുണ്ടോ നോക്കുക. ഓക്കെ, അതായത് ഇതിൻ്റെ 1/3, അതായത് താഴത്തെ ഈ പറയുന്ന ഛേദത്തിൽ സെയിം ആയിട്ട് നമ്പർ ഉണ്ട് എങ്കിൽ, അതായത് ഇവിടുത്തെ താഴത്തെ ഈ നമ്പർ സെയിം ആണോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, സെയിം ആണ് ഇല്ലേ? അപ്പോൾ 3/3 അല്ലെങ്കിൽ 3/3 നമുക്ക് എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ പ്ലസ് 1 എന്ന് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ഒരേ പോലെയല്ലേ കൊടുത്തിരിക്കുന്നത്, ഒരേ നമ്പറല്ലേ, അത് ഡിവൈഡ് ചെയ്യുക. 4/4 നമുക്ക് എത്രയെന്ന് കിട്ടും?
1 എന്ന് കിട്ടും. ഓക്കെ, ഒരേ നമ്പർ വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വരുന്ന നമ്പർ എങ്ങനെ ചെയ്യുമെന്ന് അടുത്ത കണക്കിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഒരേ നമ്പർ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ആ നമ്പർ കൊണ്ടുവച്ച് തന്നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് 57 + 2 എത്രയെന്നും കിട്ടി, 59 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയുടെ 59 ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇതേപോലെ ഇനി ഈ പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യമാണേ, ഇവിടെ നോക്കിയോ, 17 2/9 + 23 4/7 52 7/9. അതിൻ്റെ ഓപ്ഷൻസാണ് താഴെ തന്നിരിക്കുന്നത്. 92 4/7, 93 4/7, 94 4/7, 96 4/7. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് നേരത്തെ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. ആദ്യം ഈ വെളി കിടക്കുന്ന നമ്പറുകൾ അതേപോലെ എടുത്തെഴുതുക. ഓക്കെ, വെളി കിടക്കുന്ന നമ്പർ ഏതൊക്കെയാണ്, 17, പിന്നീട് 23, 52. ഓക്കെ, അപ്പോൾ ഇനി എന്നിട്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം 92 എന്നുള്ളൊരു ഉത്തരം കിട്ടും. ഓക്കെ, 17, 23, 52 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 92 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരേപോലെയുള്ള സംഖ്യകൾ നോക്കുക. അതാ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ രണ്ടിനെയും കൂടെ വെട്ടുക. ഓക്കെ, ഈ 9ഉം ഈ 9ഉം ഇതങ്ങ് വെട്ടി. ഓക്കെ, ഇതങ്ങ് വെട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ബാക്കി ഏതുണ്ട്, ഈ പറയുന്ന 4/7 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 93 4/7 എന്നതായിരിക്കും ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.